വിവാദങ്ങൾക്കിടെ ശശി തരൂർ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ പോഡ്കാസ്റ്റിന്റെ പൂർണ്ണമായ രൂപം പുറത്തിറങ്ങി. പോഡ്കാസ്റ്റിന് ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നാണ് തരൂർ നേരത്തെ പറഞ്ഞിരുന്നത്. കോൺഗ്രസ് പാർട്ടിയിലെ ഐക്യമില്ലായ്മ ശശി തരൂർ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. എന്നെ എതിർക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസിൽ എന്നുമുണ്ടെന്നും ശശി തരൂർ പറയുന്നു. ഒപ്പം തന്നെ സർക്കാർ അനുകൂല നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ. വികസനം എതിർ രാഷ്ട്രീയത്തിൽ ഉള്ളവർ ചെയ്താലും അത് അംഗീകരിക്കണമെന്നാണ് ശശി തരൂർ പറഞ്ഞു വെക്കുന്നത്. വിവരങ്ങളുമായി സിബി ചേരുന്നു. അതിനു മുൻപ് ശശി തരൂരിന്റെ വാക്കുകളിലേക്ക്. പക്ഷെ നമ്മളുടെ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഞാൻ കാണുന്നത് എല്ലാവർക്കും ഒരു പാർട്ടി ആവശ്യമുണ്ട്, ഒരു സംഘടന, ഒരു വാഹനം അവരുടെ ഐഡിയാസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ. ശരിക്കും പറയുകയാണെങ്കിൽ രാഷ്ട്രീയത്തിൽ ഒരു പാർട്ടിക്ക് ചില മൂല്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരു ഐഡിയോളജിയോ ഒരു മാനിഫെസ്റ്റോ ഇല്ലെങ്കിൽ അർത്ഥമില്ല. പക്ഷെ അതിൻ്റെ ഒപ്പം ഒരു പാർട്ടി ഒരു വാഹനമാണ്, ഒരു സംഘടന ശക്തി ഉണ്ടാവണം. ഈ മൂല്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും ഈ മൂല്യങ്ങളെ അധികാരത്തെത്താനും ഉള്ള കഴിവുണ്ടാവണം. അത് എല്ലാ പാർട്ടിക്കും ഒരേപോലെയല്ല. അത് കേരളത്തിൽ ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിൽ CPM കാണിച്ച ആ കഴിവ് നമ്മൾക്ക് കോൺഗ്രസ് കാണിക്കാൻ സാധിച്ചില്ല. അത് എൻ്റെ ചുമതലയല്ല. പക്ഷെ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ തെറ്റ് കാണുന്നില്ല. കാര്യത്തിൽ കണ്ടതാണ് നമ്മളുടെ എല്ലാ ബൂത്തിലും ആളില്ലായ്മയും നമ്മുടെ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ഓർഗനൈസേഷൻസ് കാർഡ് ബേസ്ഡ് പാർട്ടി അല്ല ഒന്നാം കാര്യം. രണ്ടാമത്തത് ആ സംഘടനത്തിന് എത്ര പ്രാധാന്യം നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് കൂടി ചോദിക്കാൻ കൊള്ളുന്നു. വിശദമായി സിബി കൂടി ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. സിബി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ. അതായത് വികസനം അത് എതിർ രാഷ്ട്രീയത്തിലുള്ളവരാണ് ചെയ്യുന്നതെങ്കിൽ പോലും അത് അംഗീകരിക്കണമെന്ന് പറയുമ്പോൾ അത് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ അതേ നിലപാട് തന്നെയാണ്. സർക്കാരിന്റെ വികസന കാഴ്ചപ്പാടുകളെ അംഗീകരിക്കുന്നു, അത് അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതിനെതിരെ പറഞ്ഞ കോൺഗ്രസ് നേതാക്കൾക്കെല്ലാമുള്ള മറുപടിയാണ് ഈ പോഡ്കാസ്റ്റിന്റെ പൂർണ്ണ രൂപത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനാണ് ആഗ്രഹമെന്ന് പറയുന്ന തരൂർ അതിനെതിരെ നിൽക്കുന്നത് സംസ്ഥാനത്ത് തന്നെ ചില ആളുകളാണെന്ന് പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം BJP തന്റെ ഓപ്ഷൻ അല്ല എന്നും ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരാണ് തന്റെ നിലപാടെന്നും തരൂർ ഈ പോഡ്കാസ്റ്റിൽ പറഞ്ഞു വെക്കുന്നു. ആത്യന്തികമായി തന്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയല്ലേ തരൂർ? മനു, തീർച്ചയായും തന്റെ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ശശി തരൂർ. അതിൽ അദ്ദേഹം ഈ പോഡ്കാസ്റ്റിന്റെ പൂർണ്ണരൂപം പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം തീർത്തും, അതായത് കോൺഗ്രസിന്റെ ഇന്നത്തെ ഈ നിലപാടുകളും വികസന കാഴ്ചപ്പാടുകളെല്ലാതിനെയും തീർത്തും തെറ്റാണെന്ന് അദ്ദേഹം വിമർശിക്കുകയാണ്. ഒരു പാർട്ടിക്ക് ഒരു ഐഡിയോളജി വേണം, പക്ഷെ അത് വികസന കാഴ്ചപ്പാടിനും അപ്പുറത്തായിരിക്കുന്നത്. വികസനം ആര് നടത്തിയാലും, അത് എതിർ രാഷ്ട്രീയ പാർട്ടി ആയാലും സർക്കാരാണെങ്കിലും ആര് നടത്തിയാലും അതിനെ അംഗീകരിച്ച് തന്നെ പോകണം എന്നുള്ള ഒരു നിലപാട് അദ്ദേഹം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ്. CPM എന്ന പാർട്ടി കേരളത്തിൽ ആ ഒരു വികസന കാഴ്ചപ്പാടോടെ മുന്നോട്ട് പോയതുകൊണ്ടാണ് അവർ ഒരു തുടർ ഭരണത്തിലേക്ക് വന്നത്. ഇനിയും ഈ ഒരു നിലപാടിൽ നിന്നും കോൺഗ്രസ് മാറിയില്ലെങ്കിൽ വീണ്ടും ഈ പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. മാത്രമല്ല, ഈ വികസന കാഴ്ചപ്പാടുകളെ താൻ മുൻപും ഇതുപോലെ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. അത് അങ്ങനെ ഉയർത്തിക്കാട്ടുമ്പോൾ എല്ലാം തന്നെയും തനിക്കെതിരെ എതിർ ശബ്ദം ഉയർത്തുന്നില്ല, തന്നെ എതിർക്കുന്നത് ജനങ്ങളല്ല, മറിച്ച് തന്റെ പാർട്ടിയിലെ കോൺഗ്രസ് പാർട്ടിയിലുള്ള ഒരു വിഭാഗം ആളുകളാണെന്നും അദ്ദേഹം പറയുന്നു. എന്തായാലും തന്റെ ഈ ലേഖനം പുറത്തു വന്നതിന് പിന്നാലെ ഈ ഒരു കാര്യത്തിൽ എല്ലാവരും ഒരുമിച്ചത് സ്വാഗതാർഹമാണെന്ന് അദ്ദേഹം പറയുമ്പോഴും അത് തന്നെ ഈ ഒരു പോഡ്കാസ്റ്റിൽ അദ്ദേഹം പറയുന്നത് കോൺഗ്രസിനുള്ളിലെ ഐക്യമില്ലായ്മ ഏറ്റവും വലിയ പ്രശ്നമാണ്, പ്രതിസന്ധിയാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് വ്യക്തമായ ഒരു വികസന കാഴ്ചപ്പാടില്ലാത്തതാണ് ഇത്തരത്തിലൊരു പരാജയത്തിലേക്ക് പോകാനുള്ള കാരണമെന്നും അദ്ദേഹം വ്യക്തമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, സംസ്ഥാന രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് സജീവമാകാൻ, പ്രത്യേകിച്ച് ഒരു നേതൃ പദവിയിലേക്ക് അല്ലെങ്കിൽ താക്കോൽ സ്ഥാനത്തേക്ക് എത്താനുള്ള ഒരു ആഗ്രഹം കൂടി അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. തനിക്കും അതിനുള്ള യോഗ്യതയുണ്ട്. പക്ഷേ അത്തരത്തിലൊരു കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധി എന്ന് പറയുന്നത് സാധാരണക്കാരായ പ്രവർത്തകർ കോൺഗ്രസിന് ഉള്ളിലില്ല. ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ ബൂത്തിലിരിക്കാൻ പോലും ആളില്ലാത്തൊരു അവസ്ഥ കോൺഗ്രസിൽ ഇപ്പോഴുണ്ട്. ആ ഒരു നില മാറണമെങ്കിൽ താഴെത്തട്ടിൽ നിന്നും പ്രവർത്തിക്കണം, അങ്ങനെ നല്ലൊരു നേതൃനിര വേണം എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടുതൽ സജീവമാകാനുള്ള ആഗ്രഹം കൂടി അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. സജീവമാകാനാണ് തന്റെ ഇഷ്ടമെന്ന് പറഞ്ഞു വെക്കുന്ന തരൂർ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ജനങ്ങൾക്കല്ല എന്നെ ഇഷ്ടമില്ലാത്തത് കോൺഗ്രസ് പാർട്ടിയിലെ ചിലർക്ക് തന്നെയാണ്. ആ വാചകങ്ങൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? അത് പ്രതിപക്ഷ നേതാവിന്റെ അടക്കം മുൻപിലേക്കല്ലേ ആ വാചകങ്ങൾ എത്തി നിൽക്കുന്നത്? തരൂർ സംസ്ഥാനത്തേക്ക് എത്തുന്നത് തടയുന്നത് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരാണ് എന്ന സൂചനകളല്ലേ ആ വാക്കുകളിൽ ഒളിഞ്ഞു കിടക്കുന്നത്?
മനു, തീർച്ചയായും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെയും UDF കൺവീനറായി MM ഹസൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെ തന്നെയാണ് ശശി തരൂരിന്റെ ഈ ഒരു വാൾമൂല എത്തി നിൽക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ശശി തരൂർ തന്നെ പറയുന്നുണ്ട്, പല ഏജൻസികളും പല സർവേകൾ നടത്തിയപ്പോൾ എല്ലാം തന്നെയും ഈ നേതൃനിരയിൽ എത്താൻ ഏറ്റവും താൻ യോഗ്യനാണെന്നെല്ലാം തന്നെയും വളരെ പോസിറ്റീവായി അല്ലെങ്കിൽ ഭൂരിപക്ഷമായ അഭിപ്രായം ഉയർന്നിരുന്നു. അത് ജനങ്ങൾ മാത്രമല്ല, കോൺഗ്രസിലുള്ള ഒരു വിഭാഗം മാത്രമല്ല, അതിൽ ഘടകകക്ഷികൾക്ക് പോലും ആ ഒരു അഭിപ്രായമുണ്ട്. ഒരു നേതൃമാറ്റം, നല്ലൊരു നേതാവ് വരണമെന്ന ഒരു അഭിപ്രായമുണ്ട്. താൻ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ താൻ ആദ്യമായി MP ആയി മത്സരിക്കുമ്പോൾ തന്നെ തനിക്കെതിരെ അവിടെ പന്തംകൊളുത്തി പ്രകടനം ഉൾപ്പെടെ നടത്തിയ കോൺഗ്രസ് പ്രവർത്തകർ ഒരു വിഭാഗം ഉണ്ട്, അന്നും ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. ഒരു വികസന കാഴ്ചപ്പാടോ അല്ലെങ്കിൽ ഏതെങ്കിലും അഭിപ്രായമോ താൻ പറഞ്ഞാൽ അത് വലിയ വിവാദമാക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. എന്നാൽ മറ്റു പല നേതാക്കൾ പറയുമ്പോൾ അത് വിവാദമാകുന്നില്ല. എന്നാൽ താൻ പറയുന്ന അഭിപ്രായങ്ങൾ അത് വലിയ വിവാദമാക്കുന്ന ഒരു ആസൂത്രിതമായ നീക്കം ഈ സംസ്ഥാന കോൺഗ്രസ് ഉള്ളിൽ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നത്, താൻ ഈ വികസന കാഴ്ചപ്പാടുകളെല്ലാം തന്നെയും താൻ ആദ്യമായി പറയുന്നതല്ല, താൻ മുൻപും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാം തന്നെയും വിവാദമാക്കുന്നത് കോൺഗ്രസിനുള്ളിലെ പ്രവർത്തകരാണ്, താനല്ല കോൺഗ്രസിനുള്ളിലെ ചില നേതൃത്വമാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. തന്റെ ഈ ഒരു താക്കോൽ സ്ഥാനത്തേക്ക്, കോൺഗ്രസിന്റെ നേതൃത്വ സ്ഥാനത്തേക്ക് എല്ലാം തന്നെയും വരാനുള്ള ആഗ്രഹം അതും പ്രകടിപ്പിക്കുമ്പോഴും അവിടെ വിലങ്ങുതിരിയായി നിൽക്കുന്നത് ഈ വി.ഡി. സതീശനെ പോലെയും അതുപോലെ UDF കൺവീനറെ പോലെയുള്ള ആളുകളാണെന്ന് അദ്ദേഹം വ്യക്തമായി പറയുകയും ചെയ്യുന്നു. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം, ദേശീയ നേതൃത്വം, അതായത് ഹൈക്കമാൻഡിനെതിരെയും അദ്ദേഹം അതിരൂക്ഷമായി വിമർശിക്കുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെട്ട കോൺഗ്രസ് ഇപ്പോഴും ആ ഒരു എന്തുകൊണ്ടാണ് പരാജയം എന്ന് പോലും വിലയിരുത്താൻ കൃത്യമായി കഴിഞ്ഞിട്ടില്ല. CWC മീറ്റിംഗ് പോലും ഒരു 100ഓളം പേർ ചേരുന്ന ഒരു യോഗമായി മാറുകയും അവിടെയും നിർണായകമായ തീരുമാനമെടുക്കുന്നതും താൻ കണ്ടിട്ടില്ല എന്നും അദ്ദേഹം നിലപാട് വ്യക്തമാക്കുന്നു. തന്റെ കഴിവ് കണ്ടാണ് തന്നെ കോൺഗ്രസ്സുകാർ വിളിച്ചത്, പക്ഷേ തന്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. തന്നെ ഇപ്പോൾ തനിക്ക് വിദേശകാര്യ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെല്ലാം തന്നെയും തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഓരോ വർഷവും മാറ്റുന്നു. താൻ മുൻപ് IT പാർലമെന്ററി കമ്മിറ്റിയിലായിരുന്നു, പിന്നീട് തന്നെ അതൊന്നും വീണ്ടും മാറ്റി വിദേശകാര്യ പാർലമെന്ററിയിലേക്ക് വെക്കുന്നു. അവരെല്ലാം തന്നെ തനിക്ക് സ്ഥായിയായി തനിക്ക് പ്രവർത്തിക്കാൻ തന്റെ കഴിവുകൾ ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഒരു സ്ഥാനം തനിക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു തീർത്തും അവഗണന അദ്ദേഹം തുറന്നു പറയുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി താൻ BJPയിലേക്ക് പോകുമോ എന്നൊരു സംശയമല്ലേ, അത്തരത്തിലുള്ള ഒരു പ്രചരണം ആ പാർട്ടിക്കകത്ത് തന്നെ പ്രചരിപ്പിക്കുന്നു. പക്ഷെ തന്റെ ഓപ്ഷൻ BJP അല്ല, തന്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു വികസന രാഷ്ട്രീയമാണ്. താൻ ഒരു ഹിന്ദുത്വവാദിയല്ല, താൻ ഒരു ഹിന്ദുവാണ്, പക്ഷേ എങ്കിൽ പോലും ഒരു തീവ്ര ഹിന്ദുത്വവാദിയല്ല. താൻ RSSന്റെയോ അല്ലെങ്കിൽ ഒരു ഹിന്ദു രാഷ്ട്രത്തെയോ അനുകൂലിക്കുന്ന നിലപാട് തനിക്കില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. എന്തായാലും ശശി തരൂർ നിലപാട് വ്യക്തമാക്കുന്നത് തന്റെ നിലപാട് വികസിത നിലപാട് തന്നെയാണ്, ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹം കോൺഗ്രസ് എന്ന പാർട്ടിയിൽ തനിക്ക് മടുത്തു തുടങ്ങി എന്നുള്ള സൂചന കൂടി അത് നൽകുന്നുണ്ട്. കാരണം അദ്ദേഹം പറയുന്നത്, താൻ ഒരുപക്ഷെ ഈ MP സ്ഥാനം എല്ലാം തന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ താൻ എഴുത്തിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള പ്രസംഗങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ തന്നെ ക്ഷണിക്കുന്നുണ്ട്. ആ രീതിക്കെല്ലാം തന്നെ താൻ പോകാനുള്ള സാധ്യതയുണ്ട്. തന്റെ ഒരു ശിഷ്ടകാലം ഇനി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്ന് പറയാൻ ആവില്ല എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. സ്വാഭാവികമായും അത് കോൺഗ്രസിൽ നിന്നും അദ്ദേഹം വിട്ടുപോകേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്ന് കൂടി അദ്ദേഹം പറയുകയും ചെയ്യുന്നു. കോൺഗ്രസിനുള്ളിൽ എന്തുകൊണ്ടാണ് താൻ AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചെന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. താനൊരു ഉൾപാർട്ടി ജനാധിപത്യം കോൺഗ്രസിനുള്ളിൽ ഇല്ല. ആ ഒരു ഉൾപാർട്ടി ജനാധിപത്യം എന്ന ആശയം കൊണ്ടുവരാൻ വേണ്ടിയാണ് താൻ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് അല്ലെങ്കിൽ ഒരു AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നു. എന്തായാലും തനിക്ക് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും തീർത്തും വലിയ അവഗണന ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ തനിക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ വരാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് പലരും വിലങ്ങ് തെളിയാൻ നിൽക്കുന്നു. തന്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്താനുള്ള ഒരു സ്പേസ് കോൺഗ്രസ് നൽകുന്നില്ല. കോൺഗ്രസിന് ഒരു വികസന കാഴ്ചപ്പാടില്ല. കോൺഗ്രസ് അടിത്തട്ടിൽ മുതൽ വളരേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നെല്ലാം നിലയും പറഞ്ഞു വെക്കുകയാണ് ഈ ഇത്തരത്തിൽ ശശി തരൂർ എന്നുള്ളതാണ് ഈ ഒരു അഭിമുഖത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ ഭാഗം എന്ന് പറയുന്നത്. മനു, ശരി, ഏതായാലും വളരെ പ്രധാനപ്പെട്ട രൂപമാണ് ഇപ്പോൾ ആ പോഡ്കാസ്റ്റോട് പുറത്തു വന്നിരിക്കുന്നത്. തരൂർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് വികസനം അത് എതിർ രാഷ്ട്രീയത്തിലുള്ളവർ ചെയ്താലും അത് അംഗീകരിക്കണം എന്നതാണ് നിലപാട്. അതിലൊരു മാറ്റവുമില്ല എന്ന് ശശി തരൂർ പറഞ്ഞു വെക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനാണ് ഇഷ്ടമെന്ന് തരൂർ പറയുന്നു. പക്ഷേ ആ നീക്കത്തിൽ നിന്ന് തടയുന്നത് കോൺഗ്രസിനുള്ളിലെ ചില നേതാക്കൾ തന്നെയാണ് എന്നും തരൂർ പറഞ്ഞു വെക്കുന്നു. അങ്ങനെ തരൂർ പറയുമ്പോൾ അത് ചെന്ന് കൊള്ളുന്നത് സ്വാഭാവികമായും അത് പ്രതിപക്ഷ നേതാവിന്റെ അടക്കം മുൻപിലേക്കാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, തരൂർ BJPയിലേക്കൊക്കെ പോകും എന്ന തരത്തിലുള്ള പല തരത്തിലുള്ള പ്രതികരണങ്ങൾ അല്ലെങ്കിൽ പ്രചരണങ്ങൾ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. അതിന് മറുപടി പറയുകയാണ് തരൂർ. ഒരിക്കലും ഹിന്ദുത്വ രാഷ്ട്രീയം ഒരു ഓപ്ഷൻ അല്ല എന്നാണ് തരൂർ BJPയിലേക്ക് പോകുമോ എന്ന അഭ്യൂഹത്തിന്
മറുപടിയായി പറഞ്ഞു വെക്കുന്നത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ശശി തരൂർ ഇപ്പോൾ ഈ പോഡ്കാസ്റ്റിലൂടെ പറഞ്ഞു വെക്കുന്നത്. അത് സ്വാഭാവികമായും കോൺഗ്രസിലെ തരൂരിനെ ചൊല്ലിയുള്ള പ്രതിസന്ധി രൂക്ഷമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കമുള്ളവർ ഈ വിഷയത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. വരും മണിക്കൂറുകളിൽ ഒരുപക്ഷെ അവരുടെയൊക്കെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കും എന്ന് തന്നെ നമുക്ക് കരുതാം, പ്രതീക്ഷിക്കാം. കഴിഞ്ഞ ദിവസമൊക്കെ തരൂരിനെ കുറിച്ച് ചോദിച്ചപ്പോൾ നോ കമന്റ്സ് എന്ന മറുപടി മാത്രമായിരുന്നു കോൺഗ്രസ് നേതാക്കൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും കമന്റ് പറയുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. ഏതായാലും തരൂർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ആ പോഡ്കാസ്റ്റിന്റെ പൂർണ്ണരൂപം നമ്മുടെ മുൻപിലേക്ക് എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഒരു മാറ്റവുമില്ല ശശി തരൂരിന്. സർക്കാരിനെ അഭിനന്ദിച്ച നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിവരങ്ങളാണ് സിബി നൽകിയത് ദില്ലിയിൽ നിന്ന്.